ഇന്ന് ഒരു മിനി ഗ്രോസറി ഷോപ്പിംഗ് വ്ലോഗാണ്. കാനഡയിലെ ഫ്രഷ്കോ എന്ന് പറഞ്ഞ ഒരു ഗ്രോസറി മാർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വെജിറ്റബിൾസ്, മീറ്റ് അല്ലാതെ എല്ലാത്തരം ഫുഡ് പ്രോഡക്ട്സും അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളും അവയുടെ വില ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ സാധനങ്ങളുടെ വില എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടും. കാനഡയിൽ വരുന്നതിന് മുൻപ് പലരും എന്നോട് പറഞ്ഞിരുന്നു, കാനഡയിൽ വന്നാൽ നമ്മളുടെ നാട്ടിലെ ഭക്ഷണം കിട്ടില്ല, വീട്ടിലെ ഭക്ഷണം കിട്ടാതെ ബർഗർ കഴിച്ച് ജീവിക്കണം, പട്ടിണി കിടക്കണമെന്നൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാല് അതൊക്കെ വെറും മിത്തല്ലേ. നമ്മളെല്ലാവരുടെയും സിറ്റുവേഷൻ ഒരേപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എനിക്കും ഡബിൾ ഷിഫ്റ്റ് ഒക്കെ വന്ന ദിവസങ്ങളുണ്ട്. നമ്മൾ വീക്കെൻഡിൽ കുക്ക് ചെയ്ത് സ്റ്റോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം കുക്കിംഗ് ഒക്കെ പഠിച്ചു വരാ. കുക്കിംഗ് അറിഞ്ഞാല് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ കാനഡയിൽ വന്നപ്പോൾ മനസ്സിലായത് ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കിട്ടുമെന്നാണ്. എല്ലാ തരത്തിലുള്ള പച്ചക്കറികള്, ഗ്രോസറി സാധനങ്ങള്, മലയാളി സ്റ്റോറുകള്, മലയാളി ഗ്രോസറി സ്റ്റോറുകള്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ കപ്പയാട്ടോ. ഞാനും ഹസ്ബൻഡ് ഇന്ന് കപ്പയും മീൻകറിയും വെക്കാനുള്ള പ്ലാനാണ്. നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി നമ്മുടെ കയ്യിൽ ഒരു കൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രീ ബോക്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബോക്സസിലിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നതാണ്. സോ അത്രേ ഉള്ളൂ. താങ്ക് യു.